നമസ്കാരം. ബിഗ് ഡീൽ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ നല്ലൊരു ബഡ്ജറ്റുള്ള നല്ലൊരു വീടിന്റെ പുതിയ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഈ വീടിന്റെ പുതിയ വിശേഷങ്ങൾ കൂടുതൽ അറിയുന്നതായിട്ട് നമുക്ക് വീടിനുള്ളിലേക്ക് എത്താം. ഈ വീടിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ കാണുന്നത് മനോഹരമായ ഒരു കാർ പാർക്കിംഗ് ആണ്. ഇതിൽ രണ്ട് വലിയ വണ്ടികൾ, അതായത് SUV പോലുള്ള രണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യാൻ അതിമനോഹരമായിട്ടുള്ള കാർ പാർക്കിങ്ങാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്ലൈഡിംഗ് ഗേറ്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു സിറ്റ് ഔട്ടാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ ആ സിറ്റ് ഔട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഗ്രാനൈറ്റിലാണ് ആ സിറ്റ് ഔട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡോർ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി മരങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കയറി വരുന്ന അതേ പൊസിഷൻ തന്നെയാണ് നമ്മുടെ ഡൈനിങ് ഹോളും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡൈനിങ് ഹോളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ നല്ലൊരു വാഷ് ബേസിൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് ആയിട്ട് ചെറിയ സ്റ്റോറേജ് സ്റ്റെയറിന്റെ അടിയിൽ തന്നെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല ഇന്റീരിയർ വർക്കും കൂടി അവർ ഈ ഡൈനിങ് ഹോളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കയറി വരുന്ന റൈറ്റ് സൈഡ് ആയിട്ടാണ് ഇവിടെ ലിവിംഗ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് റൂം നല്ല വിശാലമായിട്ടുള്ള നല്ലൊരു ലിവിംഗ് റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നല്ലൊരു TV സെൻട്രോട് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു TV വെക്കുന്നതിനൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല ടെക്സ്റ്ററൊക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള നല്ലൊരു TV യൂണിറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ലൊരു ഇന്റീരിയറാണ് സെറ്റ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി മരങ്ങൾ തന്നെയാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ താഴെ തന്നെ ഒരു ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് താഴെ 2 ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂമുമായിട്ടുള്ള നല്ല മനോഹരമായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതലും നമ്മുടെ ബാത്റൂം സെറ്റിംഗ്സ് എല്ലാം സെറ എന്ന കമ്പനിയുടെ ബാത്റൂം സെറ്റിംഗ്സ് ആണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ബെഡ്റൂമിലും 3 പാളികളും നല്ല കബോർഡ്സുകളും, അതായത് ആ വീടിന്റെ എങ്ങനെയാണോ യൂസ് ചെയ്യാൻ പറ്റുന്നത് അതേ രീതിയിൽ നല്ല ഭംഗിയിൽ തന്നെ നല്ല കബോർഡ്സ് വർക്കും അവരതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡ് ആയിട്ടാണ് ചെറിയൊരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാർപോർട്ടോട് ചേർന്നായിട്ടാണ് ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് നല്ല മനോഹരമായിട്ട് നല്ലൊരു കബോർഡ്സ് വർക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ടേബിൾ സ്റ്റൈൽ തന്നെ നല്ല ഭംഗിയായിട്ട് അത് സ്റ്റോറേജോട് കൂടി നല്ലൊരു കബോർഡ്സിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നല്ലൊരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇന്റീരിയറും ആ ബെഡ്റൂമും നല്ല ഇന്റീരിയർ അടിപൊളിയായിട്ട് ഇന്റീരിയറും ഇത് സെറ്റ് ചെയ്തിരിക്കും. അതിന്റെ നമ്മൾ കേരളം ഡൈനിങ് ഹോളിനോട് ചേർന്ന് നല്ലൊരു കിച്ചൺ ഉണ്ട്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഫുള്ള് മൾട്ടി വുഡിലാണ് ഈ ഓപ്പൺ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ട് നല്ല സ്റ്റൈൽ, അതായത് ആ വീടിൻ്റെ കളറുകളെല്ലാം നല്ല സ്റ്റൈലായിട്ട് തന്നെയാണ് കളറുകളും തന്നെ ഈ ഓപ്പൺ കിച്ചണിന്റെ ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഷേപ്പ് സ്റ്റൈലാണ് ഒരു ഓപ്പൺ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടെ നല്ല മാർബിളാണ് നമ്മൾ സ്ലാബായിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു മനോഹരമായിട്ടുള്ളൊരു വർക്ക് ഏരിയ കൂടി ഉണ്ട്. എങ്ങനെയായാലും നല്ല രീതിയിൽ നമുക്ക് എന്ത് കാര്യങ്ങളും ഈ വർക്ക് ഏരിയ ചെയ്യാൻ പറ്റും. നല്ല രീതിയിലുള്ള നല്ല അതിവിശാലമായിട്ടുള്ള ഒരു വർക്ക് ഏരിയ തന്നെയാണ് ഈ വീടിന് ബാക്ക് സൈഡ് കിച്ചനോട് ചേർന്ന് ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കാക്കനാട് നിന്ന് കങ്ങനപ്പടി റൂട്ടിലായിട്ടാണ് ഈ വീട് ഇരിക്കുന്നത്. ഏകദേശം 4 സെന്റ് സ്ഥലത്ത് 2250 സ്ക്വയർ ഫീറ്റോളം നല്ല ഒരു വീടാണ്. 5 ബെഡ്റൂമോടെ വീടിന് വില ഭാഗം ചോദിക്കുന്നത് 1,10,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ റേറ്റ് ആണ്. നമുക്ക് സംസാരിക്കാവുന്ന നല്ലൊരു റേറ്റ് ആണ്. നിങ്ങൾ താല്പര്യമുള്ള ഈ താഴെ കാണുന്ന നമ്പർ തീർച്ചയായിട്ടും എന്നെ വിളിക്കുക. നിങ്ങൾക്ക് എന്ത് സംശയമുള്ള കാര്യമുണ്ടെങ്കിൽ ഈ നമ്പർ വിളിച്ചാൽ മാത്രം മതി. എന്തുണ്ടെങ്കിലും എപ്പോൾ വിളിച്ചാലും എന്നെ നമ്പർ കിട്ടുന്നതായിരിക്കും.